സർവശക്തിയുള്ള പിതാവാം ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്നവനെ ദൈവമേ, നിൻ്റെ വലിയ കരുണയാൽ ഞങ്ങൾക്കൊരു സന്ധ്യാസമയം കൂടി നിൻ്റെ നാമത്തെ സ്തുതിക്കുവാനും നിന്നെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണമുള്ള വലിയ അവസരം ലഭിച്ചു. കർത്താവ്, ഇപ്പോൾ അല്പനേരം നിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ശ്രമിക്കുമ്പോൾ കർത്താവെ, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, കൂടെ സഹായിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയ സഹോദരൻ, ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് നടത്തിയിരിക്കുന്ന വിഷയം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വാക്യം. അതിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. യഹോവ നിങ്ങൾക്ക് മുൻപായിട്ട് നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ നമ്മുടെ മുമ്പിലും പിൻപിലും ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഈ വചനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വചനത്തെ പറ്റി ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു വേൾഡ്ലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിളിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെയൊക്കെ പ്രധാന വ്യക്തികൾ, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ, പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു യാത്രയെ നോക്കുകയാണെങ്കിൽ അവരുടെ കാർ മധ്യത്തിലും അവരുടെ മുമ്പിലും പുറകിലും സെക്യൂരിറ്റി ആയിട്ട് അവരെ സേവ് ചെയ്യാനായിട്ട് ചുറ്റും ഗൺമെനും അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാരുടെ ചുറ്റുമുള്ള ഒരു പറ്റം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, ഈ ഒരൊറ്റ വ്യക്തിയെ സേവ് ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തെ പറ്റി സംഭവിച്ചു നോക്കുകയാണെങ്കിൽ, ഇവിടെ ദൈവം പറയുന്ന ഉറപ്പ്, നിന്റെ മുമ്പിലും പിൻപിലും നിന്നെ സഹായിക്കാനായിട്ട്, നിന്നെ സംരക്ഷിക്കാനായിട്ട് ഞാൻ കാണും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ യാത്രയിൽ യഹോവ നിങ്ങൾക്ക് മുമ്പിൽ നടക്കും, യഹോവ നിനക്ക് പിൻപടയായിരിക്കും എന്നുള്ള ഉറപ്പാണ് യഹോവ ഇവിടെ ദൈവം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ചിന്തയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ക്രൈസ്തവ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് നമ്മൾ ബൈബിൾ കാണുകയാണെങ്കിൽ, അത് ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് കനാൻ ദേശത്തേക്കുള്ള യാത്രയെ നമുക്ക് ക്രൈസ്തവ ജീവിതത്തോട് കമ്പയർ ചെയ്യാം. ഒരു സമയത്ത് ഇസ്രായേലിയർ ഈജിപ്തുകാരുടെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ ഈ അടിമത്തത്തിലായിരുന്ന ഈ മനുഷ്യരെ, ദൈവത്തിൻ്റെ ജനതയെ രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ചു, മോശയെ അയച്ചു. മോശ അവിടെ ചെന്ന് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ് വേദവചനം പറയുന്നത്. അപ്പോൾ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. മോശ വളരെയധികം അത്ഭുതങ്ങൾ കാണിച്ചു. മോശ നൈൽ നദിയെ തൊട്ട് കഴിഞ്ഞപ്പോൾ നദി രക്തം ആയി തീർന്നു, അവിടെ കുടിക്കാൻ വെള്ളമില്ലാതായി, അവിടെ പലതരത്തിലുള്ള വ്യാധികൾ വന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ആദിജാതന്മാരെ സംഹാരദൂതൻ വന്ന് കൊല്ലുക വരെ ചെയ്തു. അപ്പോഴാണ് ഫറവോന്റെ ഹൃദയത്തിന് അല്പം മാറ്റം ഉണ്ടാവുകയും, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക, നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയിക്കൊണ്ട് നിങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ അയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം വലിയ കാര്യങ്ങൾ, അത്രയധികം വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് തന്നെ കഠിനപ്പെട്ടിരിക്കുന്ന ഫറവോനെയും അതിൻ്റെ ബാക്കിയായിട്ട് വന്ന ഫറവോനെ അതിൻ്റെ ബാക്കിയായിട്ട് യഹോവ അവരെ അതിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് മരുഭൂമിയിലൂടെ നയിക്കുന്നതായ ഒരു അവസ്ഥയാണ് നാം ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ അവരുടെ യാത്രയിൽ നമ്മൾ കാണുന്നതായിട്ട് ഒരു പ്രത്യേക സന്ദർഭം നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യം. പുറപ്പാട് 13:21. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യം. അതിങ്ങനെയാണ്: അവർ പകലും രാവും യാത്ര ചെയ്യേണ്ടതിന് തക്കവണ്ണം പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും, നമ്മളിപ്പോൾ പാടിയ പാട്ട് പോലെ തന്നെ, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയേറിയ ജീവിതത്തിൽ നിന്ന് അവരെ മരുഭൂമിയിൽ കൂടി കനാൻ ദേശത്തിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ, മരുഭൂമിയിലൂടെയുള്ള ബുദ്ധിമുട്ടേറിയ യാത്രയിൽ ദൈവം അവരോട് കൂടെ യാത്ര ചെയ്തു എന്ന് നമ്മളിവിടെ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഇത്രയധികം പ്രയാസങ്ങൾ ഫറവോന്റെ രാജ്യത്ത് ഉണ്ടായിട്ടും ഫറവോന്റെ ഹൃദയം പിന്നെയും കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ മരുഭൂമിയിൽ വെച്ച് ഇരിക്കുമ്പോൾ തന്നെ ഈ ഇസ്രായേൽ മക്കളെ പിന്നീട് അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഫറവോൻ തിരിച്ചു വരുന്നതായ അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അപ്പോഴാണ് ചെങ്കടൽ പകുത്തിട്ട് ദൈവം അവരെ വീണ്ടും രക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക്
ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്രായേലിനെ ഈ രക്ഷിക്കുന്നതായ ദൈവത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ രാവും പകലും അവർ യാത്ര ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം അവർക്ക് അവരുടെ മുമ്പിൽ മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ട് യാത്ര ചെയ്തു എന്നാണ് കാണുന്നത്. നമ്മൾ സങ്കീർത്തനം 121 നാലാം വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ പരിപാലകൻ ഉറക്കം തൂങ്ങുന്നുമില്ല എന്ന് നമ്മൾ സന്ധ്യാനമസ്കാരങ്ങളിലൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇസ്രായേൽ മക്കളെ കാത്ത് ഉറക്കം ഉറങ്ങാതെയും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതായ യഹോവയാണ് നാം കാണുന്നത്. ഇസ്രായേൽ മക്കളുമായിട്ടുള്ള കമ്പാരിസൺ ഡെഫിനറ്റ്ലി നമ്മുടെ ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും. നമുക്കുള്ള ഉറപ്പ് ഉറക്കം തൂങ്ങാതെ എപ്പോഴും കണ്ണിമ വെട്ടാതെ തങ്ങളുടെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നവനായ, നോക്കുന്നവനായ, കാത്ത് പരിപാലിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ ഫറവോൻ രാജാവ് വീണ്ടും ഇസ്രായേൽ മക്കളെ കൊല്ലുവാൻ തക്കവണ്ണം അവരെ ഒരു പറ്റം പടയുമായിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു സമയമാകുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് യഹോവ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, യഹോവ ഇസ്രായേലർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഈ ഫറവോന്റെ ആൾക്കാർ തന്നെ പറയുന്ന ഒരു അവസരം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 25-ാം വാക്യം. അതിങ്ങനെയാണ്: യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു. യഹോവ ഇവരുടെ രഥങ്ങളുടെ ചക്രങ്ങളെ തകർത്ത് കളഞ്ഞു, ഇവരുടെ പടയാളികളെ തകർത്ത് കളഞ്ഞു, ഇവരുടെ പടയെ തന്നെ തകർത്ത് കളയുന്നതായ അവസ്ഥ. അപ്പോൾ ദൈവത്തിന്റെ വിശ്വാസികളായ മക്കൾക്ക്, ദൈവത്തിന്റെ മക്കളെ സഹായിക്കുവാനായിട്ട് യഹോവ എപ്പോഴും ഉണ്ടെന്നും യുദ്ധങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ ഇരുന്ന് യഹോവ നമ്മുടെ ഈ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇസ്രായേൽ ജനതയെ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റിയത് ക്രൈസ്തവ ജീവിതത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ മിസ്രയീം എന്നുള്ള അവസ്ഥ, അല്ലെ ഈജിപ്തിലുള്ള അവസ്ഥയെ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെതായ അവസ്ഥ, ക്രൈസ്തവന് ലോകത്തിൻ്റെതായുള്ള അവസ്ഥ, അല്ലെങ്കിൽ സാത്താൻ്റെ അടിമത്വത്തിൽ ഉള്ളതായ അവസ്ഥയാണ് ഈ മിസ്രയീമിലുള്ള അവസ്ഥയെ നമ്മൾ കാണുന്നത്. ലോകത്തിൻ്റെതും ലൗകികമായതുമുള്ള പ്രവർത്തനങ്ങളിലുള്ള ആ ഒരു അടിമത്തത്തിൽ, ആ ഒരു ചുറ്റുവട്ടത്തിൽ, ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ടുള്ള അവസ്ഥയാണ് നാം കാണുന്നത്. അതേസമയം ഈ ഇസ്രായേൽ മക്കളുടെ പാലായനം ക്രൈസ്തവ ജീവിതമാണ്. ക്രൈസ്തവന്റെ ജീവിതം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും നുറുങ്ങിയതുമാകുന്നു എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഒരിക്കലും ഒട്ടും ഈസി ഉള്ളതല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ അനുസരിച്ച് പോകാൻ തക്കൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ, അനുസരിച്ച് പോകാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് വളരെയേറെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നുള്ള കാര്യം നമ്മൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെയും പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെയും നമ്മുടെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പാലായനം, മരുഭൂമിയിലൂടെയുള്ള പാലായനമാണ് ക്രൈസ്തവന്റെ ജീവിതം. മരുഭൂമിയിൽ ഉള്ള പ്രയാസങ്ങൾ ഒരു പക്ഷെങ്കിൽ ചൂടായിരിക്കും, വെള്ളമില്ലായിരിക്കും, ഭക്ഷണം കാണത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തോടായിരിക്കണം ക്രൈസ്തവന്റെ ജീവിതം നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ജീവിതമാണ് ക്രൈസ്തവന്റെ ജീവിതം എന്നുള്ള ചിന്ത നമുക്ക് വെച്ചു പുലർത്താൻ തക്കണം സാധിക്കത്തില്ല. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേലിയർക്ക് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ പോലും എപ്പോഴും കൂടെ ഇരുന്നവനായ യഹോവയെ നാം കാണുന്നുണ്ട്. അവർക്ക് മന്ന കൊടുത്തും വെള്ളം കൊടുത്തും അവരെ വഴി നടത്തിയവനായ യഹോവയായ ദൈവത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് നാം കാണുന്നത് കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കായിരുന്നു ഇവരുടെ യാത്ര. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്ര ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രസൻസിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കനാൻ ദേശം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇസ്രായേലിയരുടെ യാത്രയും ഇസ്രായേലിയുടെ ബുദ്ധിമുട്ടുകളും ഇസ്രായേലിയുടെ കഷ്ടപ്പാടും എല്ലാത്തിലും ഉപരി ഇസ്രായേലിയരോട് ഓരോ നിമിഷവും ഇസ്രായേലിയരെ കാത്തു പരിപാലിച്ചവനായ, അവർക്ക് പ്രവാചകന്മാരെ കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് വഴി നടത്തിയവനായ യഹോവ നമ്മളോടുകൂടെ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമ്മളോടുകൂടെ, നമ്മുടെ ക്രൈസ്തവന്റെ ജീവിതത്തിൽ, ക്രൈസ്തവന്റെ യാത്രയിൽ നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഈ വചനം നമുക്ക് കാട്ടിത്തരുന്നത്. ഇവിടെയും പ്രത്യേകമായിട്ടുള്ളത് ക്രൈസ്തവന്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണുന്നതിൻ്റെ പ്രത്യേകത, ഇസ്രായേലിയർ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ ഈ മരുഭൂമിയിലേക്ക് വലിയ വ്യാധികളൊക്കെ തന്ന് കഠിനപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ അടുത്ത് നിന്നും വിടുവിച്ചവനായ യഹോവയെ മനസ്സിലാക്കിയിട്ട് കൂടി മരുഭൂമിയിൽ വെച്ചൊരു പ്രയാസമുണ്ടായപ്പോൾ യഹോവയ്ക്കെതിരെ പിറുപിറുക്കുന്നതായ ഒരു ജനത്തെ നാം കാണുന്നുണ്ട്. ഒരു ഉദാഹരണം, ഈ ഫറവോൻ പടയാളികളുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോശയോട് ഇവർ ചോദിക്കുന്നുണ്ട്, മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് ഇവർ പറയുന്നതായിട്ടുള്ള ഒരു അവസരം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, വേദവചനം പാലിക്കുന്നത് കൊണ്ട് നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതായ കാര്യം, എനിക്ക് അങ്ങനെ ജീവിക്കേണ്ടതായ കാര്യമുണ്ടായിരുന്നു, എനിക്ക് തിരിച്ച് വളരെ സുഖമായിട്ടും സൗകര്യമായിട്ടും
സൗകര്യമായിട്ടും ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുവാണെങ്കിൽ എനിക്ക് സാധിക്കും, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാൻ കൊണ്ട് സാധിക്കും. പിന്നെ എന്തിനാണ് ഞാൻ ഈ ബുദ്ധിമുട്ട്, ഈ കഷ്ടപ്പാട് ഏറ്റെടുക്കുന്നതെന്ന്. പക്ഷെങ്കിൽ മിസ്രൈമ്യർ അതങ്ങനെ പറഞ്ഞുവെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണുന്നുണ്ട് ആ വലിയൊരു പടയെ തോൽപ്പിച്ചവനായ യഹോവയെ നാം അവിടെ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെതായ ആക്രമണങ്ങൾ വരുമ്പോൾ, പിശാചിൻ്റെതായ ആക്രമണങ്ങൾ വരുമ്പോൾ, പിശാജ് ഫറവോൻ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചതുപോലെ പിശാജ് സാത്താൻ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവവചനമുണ്ടെന്നും ദൈവവചനം പരിപാലിക്കുന്നവർക്ക് ദൈവം കോട്ടയായിട്ട് മുൻപിലും പിൻപടയായിട്ടും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ഒരു ക്രിസ്തുവിലാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വേദവചനം സാക്ഷീകരിക്കുന്നുണ്ട്. വീണ്ടും ക്രിസ്തു അപ്പോസ്തലന്മാരുടെ അവസാനമായിട്ട് പറയുന്ന ഒരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. അപ്പോൾ ക്രിസ്തു എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട്. പിതാവാം ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നവനായ ദൈവം നമുക്ക് മുൻപടയും പിൻപടയുമായിട്ട് എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് ഇവിടെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെയധികം തവണയായിട്ട് നമുക്ക് കാട്ടിത്തരുന്നൊരു ഉറപ്പാണിത്. ഇസ്രായേൽ മക്കളെ ഇത്രയധികം പ്രയാസങ്ങളിലൂടെ നയിച്ച് കനാൻ ദേശത്തിലേക്ക് എത്തിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവൻ്റെ പാതയിലൂടെ നയിച്ച്, ക്രൂശ് എടുത്ത് നടക്കുന്നവനെ തൻ്റെ പാതയിലൂടെ നയിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവത്തിന് സാധിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ നമുക്ക് യാതൊരു സംശയമില്ല, ഈ ഉറപ്പാണ് ദൈവമായ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നും നമ്മുടെ മുൻപിലും പിൻപിലും നമ്മളെ വഴി നടത്തിക്കൊണ്ട് ഉണ്ട് എന്നുള്ളതും, പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും നമുക്ക് വെളിച്ചം കാട്ടിക്കൊണ്ട് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. അപ്പോൾ ഈ ഒരു ഉറപ്പിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകാൻ തക്കവണ്ണമായിരിക്കണം ക്രൈസ്തവൻ്റെ ചിന്ത. അങ്ങനെയായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.